എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള ചെറുതായിട്ട് പറഞ്ഞാൽ പോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ആവട്ടെ. അതെ, പേരിൽ തന്നെ ഒരു പൊതുവെയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയ വർക്കേഷൻ നന്നാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എൻ്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രൻ മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷേ എനിക്ക് അവർ തന്ന കെയറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അതും സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. അല്ലെങ്കിൽ ഈ സ്ക്രീനിലൊന്നും എൻ്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പം ഞാനും അതിലൂടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളിന് ശേഷമാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പിൽ. ദിലീപ് സല്ലാപത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ കുളിർമ കോരിയിട്ടു. കാരണം നമ്മൾ ചേർന്നത് ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മൾ 92 കുടുംബസമേതം വന്ന ജയരാജന്റെ സിനിമയിലാണ് ഞങ്ങൾ അധികം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും. പിന്നെ സമ്മാനം, ബ്ലസ്സിയുടെ ആദ്യ സിനിമയെ കാഴ്ചയിലും ഞാൻ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റന്റായിട്ട് പിന്നെ ദിലീപും എൻ്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റായിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റായിരുന്നു. ഇന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ വരുമ്പോൾ പറയാനിരിക്കുന്നത്, ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിന്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണി പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനയായിരുന്നു അതിന്റെ നായിക. അപ്പൊ ഞാനിവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചപ്പ് അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്? ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലായിരുന്നു. 91 ഉണ്ട്, ഇതേ നിൽക്കുന്നു അല്ലേ. 91 ജയറാമായിരുന്നു നായകൻ അല്ലേ, ജയറാം മുർവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിംഗ് റോൾ. ഞാൻ അദ്ദേഹം സീനിയർ ഒന്നും അല്ല, ഞാൻ എൻ്റെ ഒരു 5ാമത്തെ സിനിമയാണ്, അത്രേ ആയിട്ടുള്ളൂ. അല്ല അപ്പൊ 91, 90 കാലഘട്ടത്തിൽ ഞാനും എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളോട് കാണാൻ സാധിച്ചു. ഇരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഡിസ്ട്രിക്ട് ചീഫ്. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അജിത്തിനോട് വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച എല്ലാ സന്തോഷമുള്ള ഒരു സായാഹ്നത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പം തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നു. ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാ സിനിമയും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്മ വരട്ടെ. UK ഓക്കെ, ഡബിൾ ഓക്കെ ആവട്ടെ. താങ്ക് യു.